വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഏപ്രിലിൽ ഇവിടുന്ന് റിട്ടയർഡ് ചെയ്യാണ് പോലീസിൽ നിന്ന്. അത് MSP റിട്ടയർഡ്. അപ്പോൾ ലാസ്റ്റ് റിപ്പബ്ലിക് ഡേ ആണ് എൻ്റെ ഫ്ലാഗ് ഓഫാണ്. അപ്പോൾ അതിന് വന്നു. അപ്പോൾ നാളെയാണ് അത്. പക്ഷെ ഇന്ന് ഡിക്ലെയർ ചെയ്തു പത്മശ്രീ IM വിജയൻ എന്ന് പറഞ്ഞപ്പോൾ ഗ്രേറ്റ്ഫുൾ. അത് ഭയങ്കര ഒരു അഭിമാനമാണ്. കാരണം നമ്മളൊക്കെ സംബന്ധിച്ച് നമുക്ക് ഒരു പത്മശ്രീ ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. എനിക്ക് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ മലയാളി ഫുട്ബോളേഴ്സിനും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം കുറേ പേര് എന്ത് വിജയിന് പത്മശ്രീ കിട്ടാത്ത എല്ലാവരും കിട്ടുന്നുള്ളൂ. പക്ഷെ വലിയൊരു ഭാഗ്യം. നമുക്കങ്ങനെ പരാതിയൊന്നുമില്ല ആരോടും. അപ്പോൾ അതുകൊണ്ട് വരണ്ട അർജുന അവാർഡായാലും പതുക്കെ തന്നെ കിട്ടിയത്. പക്ഷെ നമുക്ക് അതിന് വിഷമമൊന്നുമില്ല. പക്ഷെ കിട്ടിയല്ലോ. പക്ഷെ കിട്ടാത്ത കുറേ പേരുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ. അതൊരു വിഷമമുള്ള കാര്യമുണ്ട്. ഇല്ല, ഞാൻ കൊല്ലം കുറേ ഇങ്ങനെ കൊടുക്കണു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലും കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടാകുന്നു. പക്ഷെ ഇത്ര പെട്ടെന്നാവുമെന്ന് വിചാരിച്ചില്ല. കാരണം റിട്ടയർഡ് ചെയ്യുന്നതിൻ്റെ ഒരു 4 മാസം മുന്നേ പത്മശ്രീ കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. പക്ഷെ ഫുട്ബോളേഴ്സിന് ആർക്കും ഇങ്ങനെ ഒരു അർജുന അവാർഡും പത്മശ്രീയും കിട്ടിയില്ല. അത് വലിയൊരു ഭാഗ്യം. ഗോഡ് ഈസ് ഗ്രേറ്റ്. അല്ല, നമ്മുടെ എല്ലാ ഫുട്ബോൾ ചങ്ക്സിനും ഡെഡിക്കേറ്റ് ചെയ്യാണ്. അവരാണല്ലോ നമ്മളിങ്ങനെ ആക്കിയത്. പക്ഷെ അവരില്ലെങ്കിൽ നമ്മളൊന്നുമില്ലല്ലോ. അവരെ കളിയിലും അവരുടെ സപ്പോർട്ട് കാരനാണ് നമ്മളിങ്ങനെ ഉയർന്നു പോകുന്നത്. അപ്പോൾ അവരെന്നെ ഉള്ളൂ നമുക്ക് എപ്പോഴും കൈ പിടിച്ചിട്ട് കൈ താങ്ങായിട്ട് അവരുണ്ട്. അപ്പോൾ അവർ കൊടുക്കുകയാണ്. താങ്ക് യു. യെസ്, പത്മശ്രീ ലഭിച്ചതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് IM വിജയൻ. ഫുട്ബോൾ പ്രേമികളായ എല്ലാവർക്കുമാണ് അദ്ദേഹം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നത്. പത്മശ്രീ ലഭിച്ചതിലെ സന്തോഷം അദ്ദേഹം അറിയിക്കുന്നു. സിബി തുടർന്നു. സിബി, ഇപ്പോൾ IM വിജയന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇത്തവണ മലയാളത്തിന് അത്രയധികം പുരസ്കാരങ്ങൾ ഉണ്ട് എന്നതാണ്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ വിടവാങ്ങി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ സമയത്താണ് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്നത് എന്ന സന്തോഷമുണ്ട്. അല്ല, തീർച്ചയായും ഈ ഡിസംബർ 25-നാണ് മലയാളത്തിലെ വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ വിട പറഞ്ഞത്. എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് തിരികൊണ്ട് ഒരു മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കുമ്പോൾ സ്വാഭാവികമായും മലയാളികളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നിമിഷം തന്നെയാണ്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജ്ഞാനപീഠവും പത്മഭൂഷൺ നൽകി നേരത്തെയും MT വാസുദേവൻ നായരെ രാജ്യം ആദരിച്ചിരുന്നു. ഇപ്പോൾ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ കൂടി നൽകിക്കൊണ്ട് രാജ്യം ആദരിക്കുകയാണ്. 139 പേരുടെ പത്മപുരസ്കാര പട്ടികയാണ് പുറത്തിറക്കിയത്. ഈ 139 പേരിൽ നിരവധി മലയാളി സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഹോക്കി താരം ഒളിമ്പിക് PR ശ്രീജേഷ്, ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിപ്പുറം, സിനിമാ താരവും നർത്തകിയുമായ ശോഭന എന്നിവർക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ ഫുട്ബോൾ താരമായ IM വിജയൻ, സംഗീതജ്ഞയായ K ഓമനക്കുട്ടി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലയിലുള്ള 7 പേർക്ക് പത്മവിഭൂഷണും 19 പേർക്ക് പത്മഭൂഷണും 113 പേർക്ക് പത്മശ്രീ നൽകിയാണ് രാജ്യം ആദരിച്ചിരിക്കുന്നത്.